ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ധാവണി ആണ്. അതിനു വേണ്ടിയിട്ട് 4 മീറ്ററാണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. സ്കേർട്ടിനും ബ്ലൗസിനും വേണ്ടിയിട്ട് 3 മീറ്റർ സ്കേർട്ടിനും 1 മീറ്റർ ബ്ലൗസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും സെയിം 4 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക് നെയിമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ഏതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പോൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു, കാരണം നമ്മൾ ഒരുപാടൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും ബ്ലൗസിൽ കുറച്ചൊരു ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ, ഹെൽപ്പാവുന്നുള്ള ആൾക്കാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചോളൂ, കുഴപ്പമില്ല. വീണ്ടും കാണണം എന്നുള്ള ആൾക്കാർ ഒന്നുകൂടെ കണ്ടോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് നിങ്ങളുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കുക. ഇനി അളവ് എടുക്കാൻ അറിയാത്ത ആൾക്കാരാണ് അളന്ന് നോക്കിയാൽ മതി. എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 അരയാണ് വരിക. അങ്ങനെയാണ് ഞാൻ 14 അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ 15 എന്താ ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 15 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് 15 എടുത്തതെന്നുള്ളത് പറയാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ലെങ്ത്ത് വൈസിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. കാരണം പ്രിൻസസ് കട്ട് ബ്ലൗസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് രണ്ടായിട്ട് ഇതിനെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു പീസിനെ ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലെങ്ത്ത് എത്രയാണോ ഇതിപ്പോൾ ബാക്കാണ്, ബാക്കിൽ നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മാത്രം കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 14 അരയാണ് എനിക്ക് എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനൂടെ തയ്യൽ തുമ്പ് നമ്മളെപ്പോഴും ആഡ് ചെയ്യണേ, അത് വിട്ടു പോകരുത്. തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ 14 അരയാണ്, എൻ്റെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് 14 അരയാണ്. അപ്പോൾ അതിലെനിക്ക് 1/2 ഇഞ്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബാക്ക് പോർഷൻ നിന്ന് ഈ ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. മനസ്സിലായോ? ഇത് എപ്പോഴും നമ്മൾ എന്താ പറയുക, കൊടുക്കുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എപ്പോഴും കണക്കാണ്. 1/2 ഇഞ്ച് താഴെ സ്റ്റിച്ച് ചെയ്യാനും 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ എന്നുള്ളത് നമ്മളെപ്പോഴും കണക്കാക്കി വെക്കണം. അതിപ്പോൾ ഇൻ കേസ് ഞാൻ വിട്ടുപോയാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൊടുത്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ വരാറുണ്ട്, സീം അലവൻസ് എടുത്തിട്ടാണോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ എപ്പോഴും അത് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് ഓപ്പൺ ചെയ്യുന്ന എന്താ പറയുക, ആ ഒരു ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. നമ്മൾ അനാവശ്യമായിട്ട് കൂടുതലെടുത്താൽ ആ കൂടുതലെടുത്തതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1/4 ഇഞ്ച് അങ്ങനെയുള്ളത് കൊടുക്കുക. പിന്നെ ഷോൾഡർ ഞാൻ കൊടുത്തിട്ടുള്ളത് 5.5 ആണ്. ഒരുപാട് വലുപ്പത്തിലൊന്നും കൊടുത്തിട്ടില്ല. 5.5 ആണ് ഷോൾഡർ. ആം ഹോൾ 6.5 ആണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ലെങ്തി ആയിട്ടുള്ള ബാക്കാണ് കൊടുക്കുന്നത്. ഒരു 9 ഇഞ്ചൊക്കെയാണ് ബാക്ക് ഇറക്കം വരുന്നത്. അപ്പോൾ നല്ല വൈഡാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോൾഡർ മാക്സിമം ചെറുതാക്കുക. അപ്പോഴേ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കുള്ളൂ. അതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എന്ത് ഡ്രസ്സ് ചെയ്യുവാണേലും ഇറക്കം വരുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ ചെറുതാക്കി എടുക്കണം. ബോട്ടിനൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഫുൾ സൈസ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞ് ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവും കാര്യങ്ങളൊക്കെയാണ്. ചെസ്റ്റ് അളവ് കൊടുത്തു. അത് കഴിഞ്ഞ് താഴത്ത് നമ്മൾ എത്രയാണ് ഷേപ്പും കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ കൊടുക്കുന്ന ടക്ക് പോയിന്റിൽ മറ്റേ നമ്മൾ ഈ സൈഡിലല്ല സെൻറ്ററിൽ ഇങ്ങനെ ടക്കിട്ട് കൊടുക്കുമല്ലേ, ആ ഒരു പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് കൊടുക്കുന്നത്. ഒരു 4 ഇഞ്ചിൽ എന്താ പറയുക, സൈഡിൽ നിന്ന് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവണമെന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ഇപ്പോൾ ചിത്രപ്പണി വരച്ചത് കൊണ്ട് ഇപ്പം കാണുമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്താ പറയുക, അവിടെ ഒരു വര ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഇഞ്ചിൽ, ഓക്കെ, അവിടെ 1 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇങ്ങനെ മടക്കി
പിടിച്ചിട്ടാകുമ്പോഴത്തേക്ക് 1 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ബോഡി ഷേപ്പ് ചെസ്റ്റിൻ്റെ ഇവിടെ 9ഉം താഴത്ത് 8ഉമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴത്ത് 1 ഇഞ്ചും മേലെ എത്തുമ്പോഴത്തേക്ക് ഇല്ല, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ വീണ്ടും സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതേപോലെ വേണം കൊടുക്കാൻ. താഴത്ത് എന്തിനാണ് എക്സ്ട്രാ 1 ഇഞ്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ടക്ക് പോയിൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ടൈറ്റായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് കുറയും. അപ്പോൾ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ എഗെയിൻ നമ്മൾ എന്താ പറയുക, നേരെ പകുതിയായിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലെങ്ത്ത്, ഇപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്ത് 15ആണ് ലെങ്ത്ത് വരുന്നത്. അതെന്തിനാണ് അങ്ങനെ കൊടുത്തതെന്നുള്ളതും പറയാം. ഇനി നമ്മൾ നേരത്തെ സെയിം എത്രയാണോ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ കൊടുക്കുക. 5.5 5.5 അത്രയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആം ഹോളും അത്ര തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി മേളിൽ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ചിൽ ഒരു ഡോട്ടിട്ട് പിന്നെ 4 ഇഞ്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു വിഡ്ത്ത് 4ആണ്. ഇപ്പോൾ ഒരുപാട് തടിയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ അത് കുറച്ച് കൂടുതൽ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ആൾക്കാർ 3.5 4 ആ എത്രയും കൊടുത്താൽ മതി. ഒരുപാട് മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ 3.5 ഒക്കെ കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് താഴത്ത് 4 തന്നെയാണ്. ഒരു 1.5 ഇഞ്ച് അപ്പുറത്തോട്ടേക്ക് ഒരു ലൈന് വെച്ചിട്ട് 2 ഇഞ്ച് മുകളിലോട്ടേക്ക് ഒരു ലൈന് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകുന്നിരിക്കുന്നത് വൈറ്റ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. അത് കഴിഞ്ഞിട്ട് താഴത്ത് 8 ഇഞ്ചിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് അവിടെയും 1 ഇഞ്ച് മേളിലും നമുക്ക് എക്സ്ട്രാ ആവശ്യമുണ്ട്. അത് വരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും സീം അലവൻസ് കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവിടെ ഇപ്പോൾ താഴെ 1.5 മേളിൽ 1 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അത്രയും ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായോ? അതെപ്പോഴും കൊടുക്കുക. സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ കൊടുത്ത പോലെ തന്നെ വീണ്ടും കൊടുക്കണം. പിന്നെ ഈ സൈഡിൽ നിന്ന് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ചിൽ ചെരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ചെരിച്ചിട്ടില്ല, ആ ഒരു ഈ കണ്ടില്ല ഈ ഒരു കട്ടിങ് വരുന്ന ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് കുറച്ചൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ മാത്രം. അതിനാണ് നമ്മൾ എന്താ പറയുക 15 ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നല്ല ക്ലോത്തിൽ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒക്കെ ലൈനിങ്ങിലാണല്ലോ കട്ട് ചെയ്തെടുത്ത്. ഇതൊക്കെ നമ്മൾ മെയിനായിട്ടുള്ള ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടും ബാക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പഫ് സ്ലീവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇതാ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, 2 സൈഡിലേക്കുള്ളത് ഒന്നിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. 7 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി 12 ഇഞ്ചിൽ നമ്മൾ ഇത്രയും വിഡ്ത്തിൽ ഇത്രയും പഫ് വരാൻ വേണ്ടിയിട്ടാണ് 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇവിടത്തേക്ക് കൊടുത്ത് താഴത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു മാർക്ക് അവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പഫിന് വേണ്ടിയിട്ടുള്ളതാണ്. പഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രില്ലിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കുകയാണ് എത്രയാണ് വരിക എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു 6 ഇഞ്ചൊക്കെ വിടുത്തെടുക്കുന്നുണ്ട്. 6 ഇഞ്ചും കൂടുതലായിരിക്കും, എന്നാലും ഞാൻ അത്രയും എടുക്കുന്നുണ്ട്. ഇൻ കേസ് കുറഞ്ഞു പോയാലോ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു 6 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 ഇഞ്ച് കൊടുത്തിട്ട് താഴെ നിന്ന് മേളിലേക്ക് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോഴേ കറക്റ്റായിട്ട് ഈ കൈക്കുഴീൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഈ സ്റ്റിച്ചൊക്കെ ചെയ്ത് പഫൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ കൈക്കുഴീൻ്റെ അവിടെ കറക്റ്റായിട്ട് കിട്ടണേൽ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇത് നമ്മൾ ഒരുപാട് കൂടുതൽ എടുക്കണ്ട, 2.5 അല്ലെങ്കിൽ 3 അത്രയും മതി. അതാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഉള്ളിലോട്ടേക്ക് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് താഴ്ന്നു പോകും, ഇറങ്ങിപ്പോവും, അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പഫ് സ്ലീവിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ കൈക്കുഴീൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ചിട്ട് എടുക്കുക, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്കേർട്ടിൻ്റെ നോക്കാം. അപ്പോൾ ഇതാണ് പഫ് സ്ലീവ്. ഇത് 2 സ്ലീവ് ഒന്നിച്ചാണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പഫ് ഇടാൻ എന്താ പറയുക ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 2 ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സ്ലീവിൻ്റെയാണ്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഒന്നിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെയാണ് ഫ്രില്ല് വരിക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് 3 മീറ്റർ ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ 3 മീറ്റർ ക്ലോത്താണുള്ളത്. 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഇതേപോലെ കോണായിട്ടാണ് നമ്മൾ കൊടുക്കുക. ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ടൈമൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ. അപ്പോൾ
കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോണിലാണ് നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് കൊടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ടും ഇരിക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക 40 വരുന്ന രീതിയിൽ ഫുൾ റൗണ്ട് 40 വരുന്ന പോലെയാണ്. കാരണം ഇവിടെ ഞാൻ 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ 4 പീസ് ഇരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം 4 പീസ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് 10 എന്ന് പറയുമ്പോൾ 4 പീസ് ആകുമ്പോൾ 40 കിട്ടും. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ എടുക്കുക 40. എനിക്ക് 40 ആവശ്യമില്ല, എൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ എനിക്ക് 30 ആവശ്യമുള്ളൂ. അതിൽ കൂടുതലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്, ഫ്രണ്ട് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 40 എന്ന് പറയുന്ന ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്, നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് 40 ആണെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം ബെൽറ്റും കൂടിയും വരും. ഇനി അതല്ല കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ള ആൾക്കാർ 40 കൊടുക്കണം എന്നുള്ള ആൾക്കാരും കുഴപ്പമില്ല, ലെങ്ത്ത് കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ 40 കൊടുത്തിട്ടുള്ളത്. ഇനി ബെൽറ്റും കൂടിയും വരുമ്പോഴും ഓക്കെ ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് മടക്കി തയ്ക്കണം, മേളിൽ ബെൽറ്റിൻ്റെ അവിടെ ഒരു തയ്യൽ തുമ്പൊക്കെ പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. കൂടുതലായിട്ട് വരും തോന്നില്ല, കാരണം നമുക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് തോന്നിയത്. ഞാൻ അങ്ങനെ കുറച്ചെടുക്കാറില്ല. ഇപ്പം എനിക്ക് എൻ്റെ സ്കേർട്ട് എന്ന് പറയുമ്പോൾ 40-42 ആ ഒരു ലെങ്ത്തിലാണ് എടുക്കാറ്. എന്നാലും ഞാൻ മാക്സിമം കൂടുതലായിട്ട് തന്നെ എടുക്കുള്ളൂ, ഇൻ കേസ് അഥവാ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് എന്തായാലും വരും, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ 60 വിടുത്ത് വരുന്ന ക്ലോത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം മൊത്തത്തിൽ ഈ ഒരു കട്ടിങ് വരും. അതത്ര വലിയ വൃത്തിയോടൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഇത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം 60 വിടുത്ത് വരുന്ന ക്ലോത്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയാണ് സൈഡിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യാറ്. എനിക്കിതൊക്കെ തറയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശീലം, എന്താ പറയുക, അതാണ് ശീലം. അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഫ്രണ്ട് പീസ് മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് എത്രയാണോ ഈ ഫ്രണ്ടിലത്തെ മാത്രം എത്ര വേണമെന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 7.5 ഫ്രണ്ടിൽ ആവശ്യമുള്ളൂ, 7.5. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പ് എന്നുള്ള രീതിക്ക് കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാണ്, മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ലൈനിങ്ങും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിനെ എടുത്ത് പറയാഞ്ഞിട്ടാണ്. ലൈനിങ് കൂടി സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ഏറ്റവും മേളിലത്തെ ഭാഗം നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ലൈനിങ്ങുമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. ലൈനിങ്ങുമായിട്ട് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെൽറ്റാണ് എടുക്കേണ്ടത്. ബെൽറ്റിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വിടുത്ത് വരുന്ന ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുത്തത്. 4 ഇഞ്ച് വരുന്ന ഇതാണ് നമ്മൾ ബെൽറ്റിന് കൊടുക്കുന്നത്. അതിന് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ ഒരു ബെൽറ്റ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. കാരണം ഇത് നേരിയ ക്ലോത്ത് ആയതുകൊണ്ടാണ്. കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കോട്ടനൊക്കെയാണ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിപ്പം നേരിയ ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബെൽറ്റും കൂടി ഇതേപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്, അല്ലാണ്ട് ക്രോസ് പീസ് ഒന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസാണ്. 4 ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത്. ഓക്കെ, ഇതിലും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ബാക്കാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു നല്ല വശവും ഇതിൻ്റെ മോശം വശവും ഇങ്ങനെയാണ് വരുന്നത്. താഴത്ത് നല്ല വശമാണ് ഇരിക്കുന്നത്, അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് വരും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല വശത്ത് ഇതേപോലെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുന്ന പോലെ ഇതേപോലെ ചെയ്തിട്ട് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു മടക്കി എന്നിട്ട് ഇതേപോലെ ബെൽറ്റ് വരുന്ന പോലെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് എത്ര മടക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. എലാസ്റ്റിക്കിൻ്റെ വിടുത്ത് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് മടക്കി കൊടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് ഇതായിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. മാക്സിമം നമുക്ക് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇതേപോലെ ഈ ഒരു വിടുത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുത്താൽ മതി. ഇനി എലാസ്റ്റിക് എത്രയാണ് എടുത്തതെന്നുള്ളത് നോക്കാം. എനിക്ക് ബാക്കിൽ മാത്രമായിട്ട് എലാസ്റ്റിക് എടുക്കുന്നതാണെങ്കിൽ 15 ആണല്ലോ. എൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 30 ആണെങ്കിൽ ബാക്കിൽ എനിക്ക് 15 വരിക. അപ്പോൾ 15 നമുക്ക് ആവശ്യമില്ല.
ഓക്കെ, ഇത് എലാസ്റ്റിക് ചെറുതായിട്ടാണ് വരുന്നത്. നമുക്ക് 15 ആണെങ്കിൽ നമുക്കൊരു 12 11 അത്രയും മതി. അപ്പോൾ ഞാനിതിൽ 12 എടുത്തിട്ടുണ്ട്. എന്താ പറയുക, എക്സ്ട്രാ തയ്യൽ തുമ്പി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല. കാരണം 12 എന്ന് പറയുമ്പോൾ തന്നെ ലൂസായിരിക്കും. വേണേൽ 10 എടുത്താലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോൾ എനിക്ക് ലൂസായിട്ട് തന്നെ ഇരുന്ന്, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്ന്. ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലും ലോക്ക് ചെയ്തിട്ടും കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എലാസ്റ്റിക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, 2 സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് പീസ് നേരത്തെ എങ്ങനെയാണോ നമ്മൾ ആ ഒരു ബാക്ക് ചെയ്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ ചെയ്തിട്ട് 2 സൈഡിലും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രണ്ട് പീസ് ആ ഒരു ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് താഴത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ ബെൽറ്റിൻ്റെ അവിടെ നിന്ന് താഴെ വരയ്ക്കും ഒന്നിച്ചിട്ട് ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കില്ല. പിന്നെ ഈ സൈഡിൽ വെക്കാനുള്ള പീസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കാരണം നമുക്ക് സൈഡിൽ പീസ് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ ലെങ്ത്തിൻ്റെ ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസാണ് ചെയ്തെടുക്കേണ്ടത്. ബ്ലൗസിൽ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. നെക്കിലിപ്പോൾ ഞാൻ ഫ്രണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. 2.5 ഇഞ്ച് വിടുത്താണ് എടുക്കുന്നത്. 2.5 ഇഞ്ച് വിടുത്തിൽ 5.5 ഇഞ്ച് ഇറക്കവും. ഓക്കെ, ആ 5.5 ഇഞ്ച് ഇറക്കം ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിതിൽ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, അല്ലാണ്ട് ചെയ്യുന്നതാണ്. താഴത്തെ വിടുത്ത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 3 ഇഞ്ച് താഴത്തെ വിടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്ക്വയർ പോലെ വരയ്ക്കുക. ഇതേപോലെ ചെറുതായിട്ട് സ്ക്വയർ പോലെ വരച്ചിട്ട് റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മതി, കാരണം അതന്നെ നല്ല റൗണ്ടായിട്ട് കിട്ടും. അല്ലാതെ 3 ഇഞ്ച് 3.5 4 എടുക്കാൻ നിൽക്കണ്ട, അപ്പോഴത്തേക്ക് വല്ലാണ്ട് വൈഡായിപ്പോവും. പിന്നെ വലിയ നെക്കലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം അത് കൂടുതൽ ചിന്തിച്ചാൽ മതി. മീഡിയം വരെ സൈസുള്ള ആൾക്കാർക്ക് ഈ 2.5 ധാരാളം. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇതും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, ഷോൾഡർ വളരെ ചെറുതായിട്ടാണ് ഉള്ളത്. സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലും ചെറുതായിട്ട് വരും, കാരണം തയ്യൽ തുമ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ. അപ്പം നമുക്ക് നീറ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് കിട്ടും, കാണുന്നില്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്കിൽ 4 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് അത് നമ്മൾ എന്താ പറയുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ഈ മേലെ വരുമ്പോൾ 2.5 കൊടുക്കുന്നത്. ഇതേപോലെ 2.5 കൊടുക്കുക. താഴത്ത് ഈ ലെങ്ത്താണ് പറയുന്നത്. ലെങ്ത്ത് ഞാൻ 9 കൊടുക്കുന്നുണ്ട്. 9 9.5. അപ്പോൾ ഇതിൽ ഞാൻ 9 കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ 9 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴത്തെ വിഡ്ത്ത് 3.5 കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാൻ അത്രയും കൊടുത്തിട്ടില്ല, പക്ഷേ ബാക്കിൽ 3.5 വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്, കുറച്ചുകൂടെ വൈഡായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ അവിടെ എന്ത് ചെയ്യാം, ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ പോലെ വരയ്ക്കുക. നമ്മൾ ഏത് നെക്ക് കൊടുക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ പോലെ വരച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഏത് നെക്ക് വേണമെന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യുക. അതിപ്പോൾ ഇത് എന്താ പറയുക, റൗണ്ടാണേലും ശരി എങ്ങനെയാണേലും ശരി നമ്മൾ ആദ്യം ഇതൊന്ന് വരയ്ക്കുക. എന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുക നെക്ക്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട്. ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് ഇതേപോലെ ഒരു ആർച്ച് പോലെ വന്ന് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്ന പോലെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച്, ഓക്കെ, 2.5 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് ചെറിയൊരു റൗണ്ട്, ചെറുതായിട്ട് ഒരു ബോട്ടിനൊക്കെ വരക്കുന്ന ആ ഒരു ചെറിയൊരു റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച്, ഓക്കെ, 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത്, അത് അളവൊന്നും എടുക്കുന്നില്ല, ഒരു 1/2 ഇഞ്ച് എന്നുള്ള രീതിക്ക് അങ്ങനെ വരച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു റൗണ്ട് ഇതേപോലെ റൗണ്ടായിട്ട് വന്നിട്ട് ഈ ഒരു കോണിലെത്തുമ്പോൾ ഇതേപോലെ ചെറിയൊരു ആർച്ച് പോലെ വന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഇരുന്ന പോലെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയണത് ഏത് ഇതിലാണ് വരുന്നതെന്ന് അറിയില്ല, എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ഷേപ്പിൽ കിട്ടണം. ഇതിലും വൈഡാക്കിയാൽ പിന്നെയും വൈഡായി പോവും. ഒരുപാട് വൈഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷേ ഓവർ വൈഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിൽ ഈ വരച്ച അതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഒരു കുഴപ്പമില്ല. നമ്മൾ ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ ഇതിലും എന്താ പറയുക അടിപൊളിയായിട്ട് കിട്ടുമായിരിക്കും. അത് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ തീരെ അറിയാത്ത ആൾക്കാർക്കൊക്കെ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ ഈ ഫ്രീ ആയിട്ട് ഇതേപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ക്യാൻവാസ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ശീലമായതുകൊണ്ട് ഞാനിങ്ങനെ തന്നെയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ട് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ നല്ല വശം തന്നെ നല്ല വശം തന്നെ വെച്ചിട്ട് മൊത്തത്തിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കും ഫിനിഷ് ചെയ്യുക. നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കാണിക്കണ്ടല്ലോ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിൽ വെക്കാനുള്ള പീസ്, ഈ 2 സൈഡിൽ വെക്കാനുള്ള പീസും ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അതവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് താഴെ നിന്ന് പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ താഴത്തെ ലൈന് ആ ഒരു വരി തെറ്റിപ്പോവില്ല. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹാങ്ങിങ് പോലെ വരുന്നത് ഈ ഒരു അരയുടെ അവിടെ എന്താ പറയുക ബ്ലൗസിൻ്റെ എൻഡിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട്. അത് ഈ താഴത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സൈഡ് ആയിട്ടുള്ള ഫൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ സിബ്ബർ ഫൂട്ടൊക്കെ ഇല്ലേ, അതേപോലെ 1 സൈഡ് ഫൂട്ട് കാണുന്നുണ്ടോ, ആ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമ്മളെ മുത്ത് പൊട്ടിപ്പോവോ ആ ഒരു ടെൻഷനേ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. മാക്സിമം അടുത്ത് വരുന്ന പോലെ ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അകത്തോട്ടിരിക്കുന്ന പോലെയാണ്. ഈ മുത്ത് ഇങ്ങനെ അകത്തോട്ടിരിക്കുന്ന പോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, മാറിപ്പോകരുത്. ഇനി 1 ഇഞ്ചിൽ വരുന്ന ഒരു ബെൽറ്റ്, ഇതേപോലെ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വരുന്ന ഒരു ബെൽറ്റ്, അതും ഇതേപോലെ എന്ത് ചെയ്യുക, ആ ഒരു 1 സൈഡ് ഫൂട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലേ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റൂ. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ അകത്തോട്ടേക്ക് ഇതേപോലെ മടക്കി ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്ത് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയുക, അവിടെ ഒരു ഇത് ഫിറ്റ് ചെയ്തിനോ എന്നുള്ളത് മനസ്സിലാവില്ല. അത്രയും നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് നെക്കാണ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്കിനും സെയിം നമ്മൾ ലൈനിങ് പീസുമായിട്ട് ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നെക്കും ഈ സൈഡും ആം ഹോളും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. അല്ലാതെ വളഞ്ഞു പോകും എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേളിലത്തെ ഈ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാലോ എന്നുള്ളത് കൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ക്ലോത്ത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ നല്ല ക്ലോത്തായിരുന്നു. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നീറ്റായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും നല്ല ക്ലോത്താണ്. 290 എത്രയോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനിങ്ങിൽ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഈ വേസ്റ്റായിട്ട് വരുന്ന ആ ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഇതും ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലൈനിങ് പീസ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മളെങ്ങനെയാണോ ഫ്രണ്ടിനൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ സെയിം, ഒരു വ്യത്യാസമില്ല. എന്നാലും കാണിക്കുകയാണ് എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഡൗട്ട് വരണ്ട വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്. ലൈനിങ് പീസ് ഇതേപോലെ വെച്ചിട്ടാണ് ഞാനും ചെയ്തിട്ടുള്ളത്, അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയൊക്കെയാണ് ഡൗട്ട് വരിക, അതെന്താണ് ആ ഭാഗം മാത്രം സ്കിപ്പ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചിലപ്പോൾ വന്നാലും വരും. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പൊന്നും ചെയ്യുന്നില്ല. കണ്ടില്ലേ? പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ളത് ഇതേപോലെ റൗണ്ടായിട്ട് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന്. പിന്നെ സൈഡിൽ നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് വിടണം. അല്ലാതെ നമുക്കത് മടക്കി തയ്ച്ച് മറിച്ചിടുമ്പോൾ ഒരു ഇങ്ങനെ അവിടെ ഇവിടെയായിട്ടൊരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ കോണൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുള്ളൂ. ജസ്റ്റ് ഈ ഒരു അറ്റം ഉണ്ടല്ലോ, അത് ഇതേപോലെ മടക്കിയിട്ട് തയ്ക്കുക. ഇതൊക്കെ എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല നീറ്റായിട്ട് ബാക്കൊക്കെ കാണുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിപ്പം കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും കാണുന്ന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല, ഇത് അത്ര നീറ്റില്ല എന്നൊക്കെ ഉള്ള തോന്നലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, 2 ഭാഗത്തെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, പതിച്ച് സ്റ്റിച്ച് ചെയ്യാം.
അതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഭാഗത്തും ഷോൾഡർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫ്രണ്ട് പീസുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ബാക്കിൽ വേണമെങ്കിൽ കൈ വെച്ച് തുന്നി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം ഡബിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബോറാക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് തുന്നി കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ എന്താ പറയുക, ഈ ബട്ടൺസൊക്കെ ഇടുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് 2 പീസ് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ ഒരു ഭാഗത്ത് ചെറുതും അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഈ ലിപ്സ് കൊടുക്കാനുള്ളത്, ഇങ്ങനെ 2 എണ്ണം അപ്പുറം ഇപ്പുറവും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ്, പഫ് സ്ലീവ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫ്രില്ലിട്ട് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്കത് സ്ലീവിൻ്റെ അവിടെ ആം ഹോളിൻ്റെ അവിടെ പോയി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ നമ്മൾ അല്ലാണ്ട് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടാണ്. അതാണ് ഏറ്റവും നീറ്റായിട്ട്. കാരണം അയണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, ആ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്ത അവിടെ വരയ്ക്കും ഇതേപോലെ ഫ്രില്ലിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതേപോലെ ആദ്യം മേളിലത്തെ ഭാഗത്താണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഫ്രില്ലിട്ട് വന്ന് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം സംഭവം തന്നെ താഴത്തും ചെയ്യണം. ആ മേലെയുള്ള ആ ഒരു ഫ്രില്ലിൻ്റെ സെയിം തന്നെ താഴത്ത്, അത് മാക്സിമം അതേപോലെ കിട്ടാൻ നോക്കുക. അഥവാ ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്ര ബോറായിട്ടൊന്നും വരില്ല. കാരണം ഒന്നാമത് ഇത് പഫ് എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മേലെ ഇരിക്കുന്ന അതേ ഫ്രില്ലിനെ താഴത്ത് വരുത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. കിട്ടിയിടത്തോളം കിട്ടി, ഇല്ലാത്തത് ഇല്ല, അത്രേ ഉള്ളൂ. എന്നാലും വലിയ ബോറൊന്നും ആയിട്ടില്ല. അയൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. 1 by 1 ആയിട്ട് ചെറുതായിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ. ഇതേപോലെ ഫ്രില്ലിട്ടിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സ്ലീവിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതായിരിക്കും ബെറ്റർ. ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഫ് സ്ലീവൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം ഫ്രില്ലൊക്കെ ഇട്ട് എന്നിട്ട് കൊടുക്കുക. കണ്ടില്ല, അപ്പോൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്ത് നമുക്ക് ഒന്ന് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വരുന്ന ചെറിയൊരു ക്ലോത്ത് ഓക്കെ താഴത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിൻ്റെ താഴത്തെ വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി തയ്ക്കുന്ന പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ മേളിൽ വെച്ചിട്ട് താഴത്തേക്ക് മടക്കുകയല്ല, താഴെയിൽ നിന്ന് മേളിലേക്ക് മടക്കുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്ലീവ് ഫിനിഷായി. ചെറിയ ബോർഡറാണ്, ഒരുപാട് ലെങ്ത്തൊന്നുമില്ല, ഒരുപാട് വിടുത്തും ഇല്ല, ചെറിയ മാക്സിമം ചെറുതാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ലാസ്റ്റ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ ആ ഒരു ലെവലിലേ ഉള്ളൂ. അല്ലാതെ വല്ലാണ്ട് ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരുന്നത്. ജസ്റ്റ് ഒന്ന് മടക്കി പിന്നെ ഇങ്ങനെ ഒന്നുകൂടെ മടക്കി എന്നിട്ട് അതിനൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവിൻ്റെ എൻഡും കൂടി ഫിനിഷായി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ബാക്ക് പീസ്. അതേപോലെ ബാക്കിൽ ടക്കിട്ട് കൊടുക്കണം. അതൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ ചെയ്യുക. എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ അതൊക്കെ സ്കിപ്പായിട്ടുണ്ടാവും, കാരണം സ്ഥിരമായിട്ട് ചെയ്യുന്നല്ലേ വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്കിപ്പായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഫിനിഷായിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ബാക്കിൽ താഴത്ത് വെക്കാനുള്ള പീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞ് പിന്നെ ബോഡി ഷേപ്പും കൂടി ചെയ്യാനുള്ളൂ. ബോഡി ഷേപ്പും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫിനിഷായി. കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ധാവണി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ നെക്ക് മാത്രമേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തത് പോലും. അപ്പോൾ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കണം, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പോൾ
നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടിയേ കാണുള്ളൂ. ഇത് ഓണം സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല, ഓണത്തിന് നമ്മൾ ഒരുപാട് ഡിസൈൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നല്ല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ധാവണിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എല്ലാവരും കണ്ടു. റീൽസിലാണേലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ട് പോയി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ബ്ലൗസ് എന്താ പറയുക, പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ ഈ ഒരു ഡിസൈനാണ് റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്ന പോലെ. ഇതിൻ്റെ കൂടെ ഒരു ബനാറസി ടൈപ്പ് ഷോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ തലശ്ശേരി ഗ്രാൻഡ് തേജസ് എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോത്ത് മുഴുവനായിട്ട് അടിപൊളി കളക്ഷനായിരുന്നു. അപ്പോൾ തലശ്ശേരിയിലുള്ള ആൾക്കാരൊന്ന് ഗ്രാൻഡ് തേജസ് ഒക്കെ പോയി വിസിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്